കട്ടില്ലാത്ത കേരളം പിണറായിയുടെ ഔദാര്യമല്ല, തെളിവുകൾ നിരത്തുന്നു. കേരളത്തിൽ പവർ കട്ടില്ലാത്ത സാഹചര്യം ഉണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ശക്തമായ ആരോപണവുമായി രംഗത്തെത്തി. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ PR പ്രചാരണങ്ങളെയാണ് അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. പുതിയുഗ യാത്രയുടെ സമാപന വേളയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇന്ന് കേരളം അനുഭവിക്കുന്ന വൈദ്യുതി സ്ഥിരതയുടെ അടിസ്ഥാനം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ ദീർഘദർശിയായ പദ്ധതികളാണെന്ന് സതീശൻ പറഞ്ഞു. ട്രാൻസ്ഗ്രിഡ് പോലുള്ള പദ്ധതികൾക്കാണ് കേരളത്തിന്റെ വൈദ്യുതി സംവിധാനത്തെ ശക്തിപ്പെടുത്തിയതെന്നും അതിന്റെ ക്രെഡിറ്റ് ഇപ്പോൾ LDF സർക്കാർ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ കപ്പൽ ആടി ഉലയുകയാണ് സർ എന്ന ആ ഐക്കോണിക് ഡയലോഗ് ഇന്ന് പിണറായി സർക്കാരിന്റെ അവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. കടക്കണ്ടിയിലും അഴിമതിയിലും മുങ്ങി കപ്പൽ പായുമ്പോൾ ക്യാപ്റ്റൻ കപ്പലിന്റെ ഡെക്കിലിരുന്ന് സെൽഫി എടുക്കുന്ന തിരക്കിലാണെന്ന പരിഹാസം കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച ട്രാൻസ്ഗ്രിഡ് പദ്ധതിയാണ് ഇന്ന് കേരളത്തിന്റെ വൈദ്യുതി മേഖലയെ താങ്ങി നിർത്തുന്നത്. അന്ന് അതിനെതിരെ വികസന വിരുദ്ധ പറഞ്ഞ് സമരം ചെയ്തവർ ഇന്ന് അതിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ നോക്കുന്നത് കാണുമ്പോൾ ഏത് മലയാളിക്കാണ് ചിരി വരാത്തത്? പവർ കട്ട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയത് UDF ആണെന്ന സത്യം മറച്ചുവെച്ച് പിണറായിസം ആഘോഷിക്കുന്നവർ ചരിത്രം കൂടി ഒന്ന് മറിച്ചു നോക്കണമെന്നാണ് അപേക്ഷ. പിണറായി വിജയന്റെ ഓവർ പിണറായിസവും മാധ്യമങ്ങൾ വഴി നടത്തുന്ന ഇമേജ് ബിൽഡിങ്ങും ഇപ്പോൾ പരിഹാസ്യമായി തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. സർക്കാരിന്റെ പരാജയങ്ങൾ മറയ്ക്കാൻ കോടികൾ ചെലവാക്കിയാണ് പരസ്യം നൽകുന്നത്. UDF ഭരണകാലത്ത് വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കാനും ലൈനുകൾ നവീകരിക്കാനും എടുത്ത തീരുമാനങ്ങളാണ് ഇന്ന് പവർ കട്ടില്ലാത്ത സാഹചര്യം ഒരുക്കിയത്. പിണറായി സർക്കാർ ചെയ്തതും ചെയ്യുന്നതും തുടക്കം വെച്ച ഈ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തി ക്രെഡിറ്റ് സ്വന്തമാക്കുക എന്ന പഴയ പണി മാത്രമാണ്. വികസനം എന്നാൽ PR വർക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് വസ്തുതകൾ വല്ലാത്തൊരു ഷോക്കായിരിക്കും സമ്മാനിക്കുക. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ദീർഘകാല അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങാൻ കരാറുകൾ ഒപ്പിട്ടത് UDF സർക്കാരായിരുന്നു. അന്ന് അഴിമതി ആരോപിച്ചവർ തന്നെ ഇന്ന് അതേ വൈദ്യുതി ഉപയോഗിച്ച് വീരവാദം മുഴക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വികസന നേട്ടങ്ങളെ പിണറായിസം കൊണ്ട് മൂടിവെക്കാൻ കഴിയുന്നില്ല. PR ഏജൻസികൾ ചമഞ്ഞുണ്ടാക്കുന്ന ഈ ഇരട്ടച്ചങ്കൻ പരിവേഷം വെറും ഒരു കുമിള പോലെയാണെന്നും വസ്തുതകളുടെ സൂചി മുനയേറ്റാൽ അത് പൊട്ടിപ്പോകുമെന്നും പരിഹസിക്കാതെ വയ്യ. ഒരു പദ്ധതി പോലും സ്വന്തമായി വിഭാവനം ചെയ്യാതെ മുൻ സർക്കാരുകളുടെ പദ്ധതികൾക്ക് പെയിന്റ് അടിച്ച് സ്വന്തം പേരിൽ വെളുപ്പിക്കുന്ന ഈ ഭരണശൈലിക്ക് ജനങ്ങൾ വരും ദിവസങ്ങളിൽ മറുപടി നൽകുമെന്ന് ഉറപ്പാണ്. വികസനത്തിന്റെ പേരിൽ PR തള്ളലുകൾ നടത്തുമ്പോൾ അത് ആരുടെ അധ്വാനമാണെന്ന് കൂടി കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയാണ് സർ. അതെ, ഈ സർക്കാരിന്റെ വിശ്വാസ്യതയും ഇന്ന് ആടി ഉലയുകയാണ് സർ. വെളിച്ചത്തിന്റെ ക്രെഡിറ്റ് എടുക്കുന്നവർ ഈ 10 വർഷം കൊണ്ട് സകല മേഖലകളിലും കേരളത്തിനേറ്റ നടന്ന പല ചതികൾ കൂടി വ്യക്തമാക്കേണ്ടി വരും.